ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളെ കുറിച്ച് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തേർഡ് പാർട്ടിയെ കുറിച്ച് എന്താണ് എന്ന് നോക്കാനാണ്. അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കറണ്ട് എനർജി നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലായി. തേർഡ് പാർട്ടിയുടെ എല്ലാ കള്ളത്തനും ഇവരെ മുമ്പിൽ തെളിഞ്ഞു. ഇനി ഇവർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും വയ്ക്കുവാൻ താല്പര്യമില്ല. കാരണം അവരുടെ റിയാലിറ്റി ഇവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. ഇവിടെ ഇവർക്ക് യഥാർത്ഥ മുഖം, തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം മനസ്സിലായി. അതായത് ആരാണ് ഇവരുടെ കൂടെ സത്യസന്ധമായിട്ടുള്ളത്, ആരാണ് ഇവരെ വിട്ടു പോകുന്നത്, ആരാണ് പൈസയ്ക്ക് വേണ്ടി ഇവരുടെ കൂടെ നിൽക്കുന്നത്, എല്ലാ കാര്യവും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൻ്റെ തേർഡ് പാർട്ടി ഇവരുടെ ബാങ്ക് ബാലൻസ്, ഇവരുടെ പൈസ, ഇവരുടെ സ്വത്ത് ഇതെല്ലാം കണ്ടിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പുറമേ ഒരു മാസ്ക് ഇട്ടാണ് തേർഡ് പാർട്ടി ഇവരുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ ആ ഒരു മാസ്ക് എല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥ മുഖം തെളിഞ്ഞു വന്നു ഇവരുടെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഒരു ആക്ഷൻ എടുക്കാൻ ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഇവരുടെ ബന്ധുക്കൾ, ഇവരുടെ സ്വന്തക്കാരുമാണ് ഈ തേർഡ് പാർട്ടി. അപ്പോൾ അവർക്ക് അഗെയിൻസ്റ്റായി പോയി ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഇവരുടെ മുന്നിൽ വന്നതോടെ ഇനി ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയി ആക്ഷൻ എടുക്കുവാൻ ഒരു പേടിയുമില്ല. കാരണം ഇവർ വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. ഇവിടെ ഒരു സൈക്കിൾ എൻഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണ് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓൾഡ് ചാറ്റ്, ഓൾഡ് വീഡിയോ അതെല്ലാം കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെയും ഇവരുടെയും തമ്മിലുള്ള പഴയ കാര്യങ്ങൾ, നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ സംസാരിച്ചത് അതെല്ലാം ഇമാജിൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട്, അതായത് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പേഴ്സണോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഉറപ്പായിട്ട് യൂണിയൻ്റെ ആ ഒരു വൈബാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് യുണൈറ്റഡ് ആവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന വൈബ്രേഷൻ നോക്കുമ്പോൾ. ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഇനി എൻ്റെ പേഴ്സൺ എന്നെ വിട്ട് കളയുമോ എന്നാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ധ്യാനവും നിങ്ങളുടെ നേർക്കാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും വിട്ട് കളയുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മാരേജിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ലോങ് ടൈം റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നതായിട്ട്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ലോങ് ടേം ഫ്യൂച്ചർ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി കോളോ മെസ്സേജോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഈ ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാം പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ്. ഇവിടെ ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ വേണ്ടി. ഇനി നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നും പറഞ്ഞ് തേർഡ് പാർട്ടി പെട്ടെന്ന് അവസാനിക്കുമെന്നല്ല. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് തരുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പൊസസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളോട് സംസാരിക്കണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷനിൽ ഇവിടെ 8 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ 8 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 16 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്ത് വന്ന് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഒന്ന് സമയം എടുക്കേണ്ടി വരും. കാരണം കാര്യങ്ങൾ നേരെയാവാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്തൊക്കെയാണോ അതെല്ലാം ഇമ്പ്രൂവ് ആകുന്നതാണ്. ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പല മാറ്റങ്ങളും വരുന്നതാണ് പോസിറ്റീവായിട്ടുള്ള. ഇവിടെ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, സെപ്പറേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നല്ലത് കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാവണം എന്നുള്ള രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ശരിയായ സമയം എത്തുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് മാറുന്നതാണ്. ഇവിടെ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതാണ്. നിങ്ങൾ അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുന്നതാണ്. ഇവിടെ ഫോർഗീവിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.